പേജ് നമ്പർ 41 പാറ്റേൺസ് ഇൻ ഹോൾ നമ്പർ. അപ്പൊ നിങ്ങൾക്ക് അറിയോ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താന്ന്? എന്താ പാറ്റേൺ? ആരെങ്കിലും ഒരാള് പറഞ്ഞേ പാറ്റേൺ എന്താന്ന്? ജസ്റ്റിസ് പറഞ്ഞു. എന്താ പാറ്റേൺ? പാറ്റേൺ PATTERN. പാറ്റേൺ എന്ന് വെച്ചാൽ ഇപ്പൊ കൊറേ നമ്പർ ഇപ്പൊ തന്നിട്ട് ഇപ്പം അതിന്റെ ഇടയ്ക്ക് ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പം പിന്നെ 10 കഴിഞ്ഞിട്ട് 20 ആണെങ്കിൽ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു മോഡൽ പാറ്റേൺ ഉണ്ട്. അങ്ങനത്തെ ഒരു മോഡൽ പാറ്റേൺ ഉണ്ട്. പിന്നെ ഇങ്ങനെ ജോയിൻ ചെയ്യാനുള്ള പാറ്റേൺ ഉണ്ട്. ജോയിൻ ചെയ്യാനുള്ള പാറ്റേൺ, ജിയോമെട്രിക്കൽ പാറ്റേൺ ഉണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നമ്പേഴ്സ് ആണ്. നമ്പർ പാറ്റേൺ ആണ് പഠിക്കാനുള്ളത്. പാറ്റേൺ എന്ന് വെച്ചാല് കണ്ടിന്യൂസ് ആയിട്ട് എഴുതുന്ന നമ്പർ. ആ എഴുതുന്ന നമ്പറിന് എന്തായിരിക്കും? നമ്പർ പാറ്റേണിന്റെ കേസാ പറയുന്നത്. ആ നമ്പറിന്റെ പ്രത്യേകത എന്തായിരിക്കും? അതിന്റെയൊക്കെ ഡിഫറൻസ് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്ട് ചെയ്തിട്ടുള്ള നമ്പേഴ്സ് ആയിരിക്കും അത്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 2, 4, 6, 8, 10 അങ്ങനെ പോകുന്ന പാറ്റേൺ, അതായത് ഈവൻ നമ്പേഴ്സിന്റെ പാറ്റേൺ. അതിന്റെ ഡിഫറൻസ് എത്രയാ? 2 ആണല്ലേ? 2, 4, 6, 8, 10, 12 അങ്ങനെ പോകുന്ന പാറ്റേണിൽ രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ്, അടുത്തടുത്തുള്ള നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? 2 ആയിരിക്കും. 4 - 2 2, 6 - 4 2, സെയിം ഡിഫറൻസ് ആയിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോ 1, 3, 5, 7, 9 ഓൾ നമ്പേഴ്സിന്റെ പാറ്റേൺ, അതിന്റെ ഡിഫറൻസ് എന്താ? 2 ആണ്. തൊട്ടടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 2 ആണ്. പിന്നെ 3ന്റെ മൾട്ടിപ്പിൾസ് 3, 6, 9, 12, 5 ഇതൊക്കെ ഒരു പാറ്റേൺ ആണ്. കാരണം ഒരേ രീതിയിൽ പോകുന്നത്. 3ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാല് നാച്ചുറൽ നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുന്ന നമ്പേഴ്സ്. അതൊരു പാറ്റേൺ ആണ്. അതിന്റെ എല്ലാം ഡിഫറൻസ് എത്രയായിരിക്കും? അതായത് അടുത്തടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 3 ആയിരിക്കും. അപ്പൊ ഈ ഒരു മെത്തേഡിൽ നമ്മൾ എഴുതുന്ന നമ്പേഴ്സിനെയാണ് പാറ്റേൺസ് എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ ആദ്യത്തെ ആ കുറച്ച് ഡയഗ്രം കണ്ടോ? Whole numbers can be represented by line segments, triangles, squares, rectangles, etc. നമുക്ക് ലൈൻ സെഗ്മെന്റ്സും സ്ക്വയേഴ്സും ട്രയാങ്കിൾസും ഒക്കെ ആയിട്ട് ഹോൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഫസ്റ്റ് പിക്ചർ ഒന്ന് നോക്കിയേ. Every whole number greater than 1 can be arranged in a line as shown below. 1നെക്കാളും വലിയ നമ്പേഴ്സ് 2, 3, 4, 5, 6 etc. ആ നമ്പേഴ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം. എങ്ങനെ ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം? ഇപ്പോ 2 എന്ന് പറയുന്ന നമ്പർ നമ്പറെ നമുക്ക് 1, 2 രണ്ട് പോയിന്റ് ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതായത് ഇതിപ്പോ ഒരു ലൈനിലല്ലേ ഉള്ളത് അല്ലേ? ഈ ഒരു ലൈനിലല്ലേ ഉള്ളത്. അടുത്തത് 3 എന്ന് പറയുന്ന നമ്പർ നമ്പർ 1, 2, 3 ഇത് ഒരു ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്തു. 4 എന്ന് പറയുന്ന നമ്പർ 1, 2, 3, 4 അടുത്ത 5 1, 2, 3, 4, 5 ഇങ്ങനെ നമുക്ക് എല്ലാ ഹോൾ നമ്പറിനെയും എന്ത് ചെയ്യാം? ഒരു ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന പാറ്റേൺ, ലൈൻ പാറ്റേൺ. ഹോൾ നമ്പേഴ്സിനെ എന്ത് ചെയ്യാം? ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, some whole numbers can be represented by triangles. അതായത് ഒരു നമ്പറിൽ
ഓരോ വൺസിനെയും നമ്മൾ ഓരോ പോയിന്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആ പോയിന്റ് നമ്മൾ ആദ്യത്തെ ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിൽ ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് സം ഹോൾ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ട്രയാങ്കിൾസ്. അതായത് 1 എന്ന് പറയുന്ന നമ്പർ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു 1. ഇനി ട്രയാങ്കിൾ ആവുമ്പോ 3 പോയിന്റ് വേണം അല്ലെ? അപ്പൊ അടുത്തത് 3 എന്ന് പറയുന്ന നമ്പർ. നെക്സ്റ്റ് അടുത്ത ട്രയാങ്കിൾ എത്ര പോയിന്റ് ആയി? 1 2 3 5 6 7. സോറി 1 2 3 5 4 5 6. 6 എന്ന് പറയുന്ന നമ്പർ. ഇനി അടുത്ത ട്രയാങ്കിൾ 1 2 3. നമ്മളിപ്പോ വരച്ച ട്രയാങ്കിൾ ഇത്. അതിന്റെ കൂടെ 4 കൂടി കൂട്ടിയാൽ 10 കിട്ടും. അപ്പൊ നമുക്ക് ട്രയാങ്കിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പറിനെ എന്താ പറയാ? ട്രയാങ്കുലർ നമ്പേഴ്സ്. എന്ത് പറയുന്നു? ട്രയാങ്കുലർ നമ്പേഴ്സ്. അപ്പോ 1 കഴിഞ്ഞിട്ട് വരുന്ന 2 മുതലുള്ള നമ്പേഴ്സിനെ നമുക്ക് എല്ലാ നമ്പേഴ്സിനെയും ലൈൻ ആയിട്ട് അറേഞ്ച് ചെയ്യാം. അതൊരു പാറ്റേൺ. നെക്സ്റ്റ് ചില നമ്പേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ആ നമ്പേഴ്സിനെ ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറയുന്നു. ഓക്കെ, ട്രയാങ്കുലർ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായോ? ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ നമുക്ക് 7 എടുത്താൽ 7 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് ട്രയാങ്കുലറിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. 1 2 3 4 5 6. ഒരു പോയിന്റും കൂടി വേണം. ഒരു പോയിന്റും കൂടി ഇട്ടാൽ ട്രയാങ്കുലർ ഷേപ്പ് ആവില്ല. അപ്പൊ 7 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ നമ്മൾ എന്ത് പറയുന്നു? ട്രയാങ്കുലർ നമ്പേഴ്സ്. ഇനി അടുത്തത് ഏതായിരിക്കും വരാ? 10 കഴിഞ്ഞാല് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. 10 കഴിഞ്ഞാൽ ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 15. നമ്മൾ ചുമ്മാ വരക്കൂലേ ക്ലാസ്സിൽ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ ഓരോ ഷേപ്പ് ഇങ്ങനെ വരക്കൂലേ? അപ്പൊ ഇതില് നമ്മൾ എന്താ ചെയ്യുന്നേ? ഇവിടെ ആഡ് ചെയ്യുന്നത് എത്രയാ? ഈ ഒരു പാറ്റേണിൽ 1 3 6 10 15 എന്ന് പറയുന്ന പാറ്റേണിൽ നമ്മൾ ആഡ് ചെയ്തത് 1നോട് 2 ആഡ് ചെയ്തു, 3നോട് 3 ആഡ് ചെയ്തു, 6നോട് 4 ആഡ് ചെയ്തു, 10നോട് 5 ആഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ഏത് ആഡ് ചെയ്യണ്ടേ? ആദ്യം 2 ആഡ് ചെയ്തു, 3 ആഡ് ചെയ്തു, 4 ആഡ് ചെയ്തു, 5 ആഡ് ചെയ്തു. അടുത്ത എത്ര ആഡ് ചെയ്യണ്ടേ? 6 ആഡ് ചെയ്താല് 15 പ്ലസ് 6 21. ഇങ്ങനെയാണ് ഓരോ പാറ്റേൺ വരുന്നത്. അടുത്ത എത്ര ആയിരിക്കും ആഡ് ചെയ്യണ്ടേ? 7 21 പ്ലസ് 7 28. അപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ എന്ത് നമ്പേഴ്സ് എന്നാ പറയുന്നത്? ട്രയാങ്കുലർ നമ്പേഴ്സ്. ഓക്കെ, ഈ നമ്പേഴ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ട്രയാങ്കുലർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ്, സം ഹോൾ നമ്പേഴ്സ് ക്യാൻ ബി represented by squares. സ്ക്വയർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? സ്ക്വയർ ആയിട്ട് 1 എന്ന് പറയുന്നത് ഓക്കെ, ഒരു സ്ക്വയർ ആയിട്ട് നമുക്ക് 1നെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ്, സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 വെർട്ടിസസ് ഉണ്ടാവും അല്ലെ? 1 2 3 4. ഇതല്ലേ ഒരു സ്ക്വയർ അല്ലേ? ഇതല്ലേ ഒരു സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് എത്രയായി? 1 2 3 4. അടുത്ത സ്ക്വയർ ആവണമെങ്കിൽ 1 2 3 4 5 6 7 8 9.
9 പോയിന്റ്സ് കൂടിയാലല്ലേ ഒരു സ്ക്വയർ ആവുന്നേ അല്ലെ ഇതല്ലേ ഒരു സ്ക്വയർ ഷേപ്പ് അപ്പൊ 1 കഴിഞ്ഞിട്ട് 4 കഴിഞ്ഞിട്ട് 9 നെക്സ്റ്റ് എത്രയായിരിക്കും വരാ 1 2 3 4 16 5 6 7 8 9 10 11 12 13 14 15 16 അടുത്ത സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പർ 16 അത് കഴിഞ്ഞാലോ 1 2 3 4 5 6 7 19. 19 ആണോ ഒന്ന് നോക്കാം 9 10 11 25. 13 14 15 16 17 18 19 25 മിസ് 25 ആ 21 22 23 24 25 ഓക്കെ അപ്പൊ അടുത്ത സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് 25 ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത നിങ്ങൾ സ്ക്വയർ പഠിച്ചതാണോ നമ്പേഴ്സിന്റെ നമ്പർ ഒരു നമ്പറിന്റെ സ്ക്വയറിന് എഴുതിയിട്ട് പഠിച്ചതാണോ 1 സ്ക്വയർ 2 സ്ക്വയർ അറിയോ പഠിച്ചിട്ടുണ്ടോ ഇല്ല അല്ലേ ഓക്കെ സാരമില്ല ഈ നമ്പേഴ്സിനെയാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് അതായത് 1 4 9 16 25 അടുത്തത് ഏതാ വരെയെന്ന് അറിയോ 36 അത് കഴിഞ്ഞാല് 49 അല്ലേ 49 അത് കഴിഞ്ഞാല് 64 പിന്നെ 81 പിന്നെ 100 121 അങ്ങനെ പോകും ഓക്കെ പഠിപ്പിച്ചോ എവിടെ ഞാൻ നേരത്തെ പഠിച്ച സ്കൂളിൽ നിന്ന് ആഹാ അപ്പൊ ഈ നമ്പേഴ്സിനെയാണ് നമ്മൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് ദീസ് നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെന്റഡ് ഇൻ പെർഫെക്റ്റ് സ്ക്വയർ ഒരു സ്ക്വയർ ഷേപ്പ് എന്ന് വെച്ചാൽ എന്താ ഓൾ സൈഡ്സ് ആർ ഈക്വൽ അല്ലെ എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പിനാണ് നമ്മൾ സ്ക്വയർ എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു സ്ക്വയർ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെ എന്ത് പറയുന്നു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് some whole numbers can be represented by squares these numbers are also known as perfect squares okay the next pattern some whole numbers can be represented as rectangles നാലാമത്തേത് rectangle ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഏതൊക്കെ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് 6 10 12 എക്സെട്ര റെക്ടാംഗിൾ ഷേപ്പിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ ദേ ആർ ഈവൻ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആണ് റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ 8 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം 8 1 2 3 4 5 6 7 8 റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ അതേപോലെ വെർട്ടിക്കൽ ആയിട്ടും അറേഞ്ച് ചെയ്യാം ഇനി 9 എന്ന് പറയുന്ന പോട്ടെ 7 എന്ന് പറയുന്ന നമ്പറെ നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ 1 2 3 4 5 6 7 ഒരു പോയിന്റ് എക്സ്ട്രാ ആണ് അത് നമുക്ക് റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പോ റെക്ടാംഗിൾ ഷേപ്പിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ഒക്കെ എന്തായിരിക്കും ഈവൻ നമ്പേഴ്സ് ആയിരിക്കും ഓക്കെ അപ്പൊ ഇതില് നിങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പാറ്റേൺ ഏതാന്ന് വെച്ചാല് ആ തേർഡ് വൺ പെർഫെക്റ്റ് സ്ക്വയറിന്റെ പാറ്റേൺ ഓക്കെ ആ നമ്പേഴ്സ് ഒന്ന് പഠിച്ചു വെക്ക ഒന്ന് മനസ്സിലൊന്ന് ഓർത്തു വെക്ക 1 4 9 6 അതിന്റെ സൈഡിലായിട്ട് എഴുതി വെച്ചോ അടുത്ത നമ്പേഴ്സ് 25
ടെക്സ്റ്റ് തന്നെ അതിന് തൊട്ടടുത്ത് അതിന്റെ നമ്പേഴ്സ് എഴുതി വെച്ചു. നെക്സ്റ്റ് വരുന്നത് 25, പിന്നെ 36, പിന്നെ 49, പിന്നെ വരുന്ന 64, 81, 81, 100. 121 ഇല്ല സർ? അത് 11 സ്ക്വയർ, അത് വേണ്ട, 100 വരെ മാത്രം പഠിച്ചാൽ മതി. അപ്പൊ ഈ നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ നമ്പേഴ്സ് ഇതേ ഓർഡറിൽ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാറ്റേൺ ഒബ്സർവേഷൻ. നമുക്ക് ചില പാറ്റേൺസ് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതായത് 9 എന്താ ഏറ്റവും വലിയ 1 ഡിജിറ്റ് നമ്പർ 9, ഏറ്റവും വലിയ 2 ഡിജിറ്റ് നമ്പർ 99, 3 ഡിജിറ്റ് നമ്പർ 999 അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ അഡീഷൻ ചെയ്യുമ്പോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യാം? എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു, നോക്കിയേ. 115 പ്ലസ് 9. ആ 9 എന്നുള്ളതിനെ നമുക്ക് മാറ്റിയിട്ട് 10 മൈനസ് 1 എഴുതാം, അല്ലെ? 10 മൈനസ് 1 എഴുതാം. അപ്പോ 115 പ്ലസ് 10 മൈനസ് 1. 115 10 ആഡ് ചെയ്താൽ 121. അതിൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 124. ആ ഒരു മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ അഡിഷൻ ചെയ്യാം. 9 99 999 9999 99999 ഈ നമ്പേഴ്സിന്റെ അഡിഷൻ നമുക്ക് ഈ മെത്തേഡിൽ ചെയ്യാം. എങ്ങനെ ചെയ്യാം? എങ്ങനെ ചെയ്യാം? 548 പ്ലസ് 999 ആണെങ്കിലോ? പ്ലസ് 999 ആണെങ്കിൽ എന്താ ചെയ്യാ എളുപ്പത്തിന് വേണ്ടി? is equal to 500. Oh, 548 plus 999 നമുക്ക് എങ്ങനെ എഴുതാം? 1000 minus 1 എഴുതാം. അപ്പൊ 548 നോട് 1000 ആഡ് ചെയ്താല് 1548 മൈനസ് 1 is equal to 1547. അഡീഷൻ ഈസി ആയില്ലേ? ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിലാണ് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാല് എങ്ങനെ ചെയ്യാം? 548 പ്ലസ് 999. 9 plus 8 17, remaining 1. 9 plus 4 13 plus 1 14, remaining 1. 9 plus 5 40 plus 1 15. അപ്പൊ ചില ആൾക്കാർക്ക് ഈ ഇങ്ങനെയുള്ള അഡീഷൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അല്ലെ? വലിയ നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ 999 അല്ലെങ്കിൽ 9919 ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ഈ 9 വെച്ചിട്ടുള്ള അഡീഷൻ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ ഈ ഒരു മെത്തേഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ആൻസർ കിട്ടും. മിസ്, ഈ 999 ഒക്കെ ആകുമ്പോ ആ പ്ലസ് ചെയ്യേണ്ട സംഖ്യന്ന് ഞാൻ 1 എടുത്തിട്ട് കൂട്ടും. അപ്പൊ ഇപ്പൊ 99 ആണ് 100, അല്ല 99 ആണ് ഇപ്പൊ 100 ആവും. അപ്പൊ ബാക്കിയുള്ള സംഖ്യ കൂട്ടിയ ആൻസർ കിട്ടത്തില്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ബാക്കിയുള്ള സംഖ്യ കൂട്ടി ആൻസർ കിട്ടത്തില്ലേ? മനസ്സിലായില്ല മോനെ? ഇപ്പൊ 30 പ്ലസ് 99. അപ്പൊ 30 1 എടുത്തിട്ട് 99 പ്ലസ് ചെയ്യും. 100 കിട്ടത്തില്ലേ? ഓക്കെ, അതൊരു മെത്തേഡ് അല്ലേ?
മനസ്സിലായോ? അതെ. നിങ്ങൾക്ക് ഹേമൻ പറഞ്ഞത് മനസ്സിലായോ? ഇല്ല. കണ്ടോ, ഓരോരാളുടെ ഐഡിയ പുറത്തു വരുന്ന കണ്ടോ? ഇപ്പോ 30 plus 99. 30 plus 99 ഇതാണ് ഹെവൻ പറഞ്ഞ എക്സാമ്പിൾ. 30 plus 99 ആകുമ്പോ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ 30യിൽ നിന്ന് എന്ത് ചെയ്തു? ഈ 30യിൽ നിന്ന് ഒരു 1 എടുത്തിട്ട് ഇങ്ങോട്ട് ആഡ് ചെയ്തു. 30യിൽ നിന്ന് ഒരു 1 എടുത്തിട്ട് അങ്ങോട്ട് ആഡ് ചെയ്തു. അപ്പൊ 30യിൽ ബാക്കി എത്രയുണ്ട്? 29. 99നോട് ഒരു 1 ആഡ് ചെയ്യുമ്പോ പ്ലസ് 100. 129. മനസ്സിലായോ? ഹെവൻ ഇതല്ലേ ഉദ്ദേശിച്ചേ? ആയിരിക്കും, സ്റ്റക്ക് ആയിരിക്കുന്നുണ്ട്. ഇത് മനസ്സിലായോ? ഹെവൻ പറഞ്ഞത് നേരത്തെ മിസ് പറഞ്ഞ എക്സാമ്പിളിന്റെ വേറൊരു മോഡലാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. 6598 plus 999. ആഡ് ചെയ്യുന്ന സമയത്ത് ഈ 6598ൽ നിന്ന് ഒരു 1 നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യണം. 6598ൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്താൽ 97 പ്ലസ് 9999നോട് കൂടി 1 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 10,000 കിട്ടും. അപ്പൊ നമ്മുടെ ടോട്ടൽ ആൻസർ എത്രയായി? 10,000 പ്ലസ് 6597, അതായത് 16,000. മിസ്സേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ആ, ആരാ ചോദിക്കുന്നത്? ഇപ്പം 99 പ്ലസ് 101 ആ വസുദേവ്, ഓക്കെ. 101 101 ആണെങ്കിൽ 100 മനസ്സിലായില്ല മോനെ, ഒന്നുകൂടി ചോദിച്ചേ. മിസ്സേ 99 പ്ലസ് ആ 101 ഒരു ഇത് ക്വസ്റ്റ്യൻ വന്നു. ഒരു മിനിറ്റ് ഒന്ന് അപ്പം എഴുതിക്കോട്ടെ. 101 ആ 99 പ്ലസ് 101. 99 പ്ലസ് 101 ആ ആ 100 199ലേക്ക് കൊടുത്താല് ആ അപ്പൊ 100 ആവൂലേ? 100 പ്ലസ് 100 എന്നാവും. അതന്നെ ഹെവൻ ഇപ്പൊ പറഞ്ഞേ. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഫസ്റ്റത്തെ മെത്തേഡ്, ഇത് ആദ്യം പറഞ്ഞിരിക്കുന്നേ, അത് മനസ്സിലായായിരുന്നു എല്ലാവർക്കും? ഇത് കുറച്ചും കൂടി ഈസി. ഹെവൻ പറഞ്ഞ ഈ ഒരു മെത്തേഡ് കുറച്ചും കൂടി ഈസി മെത്തേഡ്. അതായത് നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. പക്ഷെ ഇത് നമ്മൾ പാറ്റേൺ യൂസ് ചെയ്യുന്ന മെത്തേഡാ. ആദ്യത്തെ ദിസ് വൺ പാറ്റേൺ യൂസ് ചെയ്തതാ. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായോ? അത് മനസ്സിലായോ എന്ന് ചെക്ക് ചെയ്യാൻ എക്സസൈസ് 2G കണ്ടോ? പേജ് നമ്പർ 42. പേജ് നമ്പർ 42 എക്സസൈസ് 2G. അതിലെ ആദ്യത്തെ 3 ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. ഇതിൽ ആദ്യത്തെ 3 226 plus 99, 2157 plus 9999, 1239 plus 99,999. അത് 3 ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കാം. നോർമൽ ആയിട്ട് ചെയ്യണോ? പാറ്റേൺ ആയിട്ട് ചെയ്യണോ?
ഇപ്പൊ ഈ ചെയ്ത് തന്നിരിക്കുന്ന പോലെ ചെയ്താൽ മതി. പാറ്റേൺ ആയിട്ടൊന്നും ചെയ്യണ്ട. ഇപ്പൊ നമ്മൾ ഈ മിസ്സിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾ അല്ലേ, ടെസ്റ്റ് ഇപ്പം ചെയ്താൽ മതിയോ? ടെക്സ്റ്റിൽ എഴുതണ്ടടാ, നോട്ടിൽ എഴുതിക്കോ. മിസ് പറയുന്ന ക്ലിയർ ആയില്ല. ഈ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ഇല്ലേ, എക്സൈസ് 2G യൂസിംഗ് ദി ഷോർട്ടർ മെത്തേഡ് സിംപ്ലിഫൈ ദ ഫോളോയിങ് പറഞ്ഞിട്ട്, അതിൽ ആദ്യത്തെ 3 എണ്ണം. ആ 3 എണ്ണം അല്ല മിസ് അത് നോർമൽ ചെയ്യുന്ന പോലെ ചെയ്താൽ മതിയോ? നോർമൽ ചെയ്യുന്നത് പോലെയല്ല, നോർമൽ ചെയ്താൽ മതിയോ? ഇപ്പൊ ഞാൻ ആദ്യം ചെയ്തു തന്നില്ലേ, ഈ 548ന്റെ എക്സാമ്പിൾ ചെയ്തു തന്നില്ലേ, ആദ്യത്തെ സ്ക്വയർ, ആദ്യത്തെ റെക്ടാങ്കിൾ അതുപോലെ ചെയ്യാം. ഓക്കെ, 3 എണ്ണല്ലേ ഉള്ളൂ, പെട്ടെന്ന് ചെയ്യാൻ പറ്റുമല്ലോ ഇതുപോലെ, കേട്ടോ? നോക്കട്ടെ ആർക്കൊക്കെ റെഡി ആണെന്ന് നോക്കട്ടെ. ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ പാറ്റേൺ ഒന്നുകൂടി പറഞ്ഞിട്ട് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് അടുത്ത ചാപ്റ്റർ തുടങ്ങാം. ഒരു പാറ്റേൺ കൂടിയേ പറയാനുള്ളൂ, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത ക്ലാസ്സിൽ തന്നെ അടുത്ത ചാപ്റ്റർ, 3rd ചാപ്റ്റർ തുടങ്ങാം. പ്ലേയിങ് വിത്ത് നമ്പേഴ്സ്, ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ് ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്. കുറച്ച് നല്ലോണം പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. LCM-ഉം HCF-ഉം നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തന്നു. ഓക്കെ, ബൈ. ക്ലാസ് കഴിയാനായിട്ടോ, 2 മിനിറ്റ് കൂടെ ഉള്ളൂ. ബൈ.